ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ബർമയിലാണ്. ഇത് ബർമ, അതിനപ്പുറത്ത് ഇന്ത്യ. എല്ലാവർക്കും നമസ്കാരം. പോരാളികളുടെ ഗ്രാമമായ ലോങ്വയിലെ കഥകളും കാഴ്ചകളും അവസാനിച്ചിട്ടില്ല. ലോങ്വ വില്ലേജിലെ രണ്ടാമത്തെ വീഡിയോ, നോർത്ത് ഈസ്റ്റ് സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോ, അതായത് ലോങ്വ ഗ്രാമത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം പൂർണ്ണമായും അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തിനും അവകാശപ്പെടാനില്ലാത്ത അനവധി പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഈ ലോങ്വ. ലോങ്വ ഗ്രാമത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തുന്ന റോഡ് അതിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ നമ്മുടെ മൊബൈലിലെ ഗൂഗിൾ സമയം വേഗത്തിൽ 1 മണിക്കൂർ മുന്നോട്ടോടുന്നത് കാണാം. അതായത് നമ്മേക്കാൾ 1 മണിക്കൂർ മുന്നിൽ സഞ്ചരിക്കുന്ന നമ്മുടെ അതിർത്തി രാജ്യമായ മ്യാൻമറിൻ്റെ സിഗ്നൽ പരിധിയിൽ നമ്മൾ എത്തി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതായത് ഇന്ത്യയിലും മ്യാൻമറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇന്ത്യൻ അതിർത്തി ഗ്രാമമാണ് ഈ ലോങ്വ. ഇതൊരു കാർഷിക ഗ്രാമമാണ്. ഇവരുടെ കൃഷിയിടത്തിൽ ഏറിയ പങ്കും മ്യാൻമർ രാജ്യത്താണ്. ഇന്ത്യക്കോ മ്യാൻമറിനോ പക്ഷേ ഈ ലോങ്വ അധീനപ്പെട്ടിട്ടില്ല. അവർക്ക് ടാക്സ് ഒന്നും നൽകുന്നില്ല. ഇരു രാജ്യത്തും ടാക്സ് നൽകുന്നില്ല. ഇവർക്ക് സ്വന്തമായി രാജാവും നിയമപരിപാലനവും ഒക്കെയുണ്ട്. ഈ രാജാവ് തന്നെയാണ് ഇവർക്ക് കൃഷിക്കായി ഭൂമി പതിച്ചു കൊടുക്കുന്നതും ഇവർക്കിടയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അത് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യുന്നതും ഒക്കെ. പിന്നെ മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവർ പക്ഷേ 2 രാജ്യത്തും പൗരത്വമുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളവർ. അവർ മ്യാൻമറിലും സിറ്റിസണാണ്, ഇന്ത്യയിലും സിറ്റിസണാണ്. 2 രാജ്യത്തും ഇവർക്ക് വോട്ടവകാശവുമുണ്ട്. ഇങ്ങനെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള 2 രാജ്യത്തും ഒരേപോലെ വോട്ടവകാശമുള്ള മറ്റൊരു ജനതയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് ഈ ലോങ്വ നിവാസികളെ ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്ത് നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ നിയന്ത്രണത്തിലുള്ള നമ്മൾ ഈ കടന്നു പോകുന്ന റോഡ് മ്യാൻമർ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് കാൽനടയായിട്ടോ ഇരുചക്ര വാഹനങ്ങളിലോ ഒക്കെ യഥേഷ്ടം അതിർത്തി മുറിച്ചു കടന്ന് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സഞ്ചാരികൾക്ക് അതിനുള്ള അനുവാദമില്ല. അതീവ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ അതിർത്തി. എപ്പോഴെന്നില്ലാതെ മൂടൽമഞ്ഞ് പറന്നു വരികയും കാഴ്ച മൂടിപ്പോവുകയും ഒക്കെ ചെയ്ത സ്ഥലം. ധാരാളം ചെറു കടകളും ഒരു ചെറിയ ഹോം സ്റ്റേയും ഒക്കെ ആ ഭാഗത്തുണ്ട്. ഇത് ബോർഡർ ലൈൻ. ഇവർ ഇന്ത്യയെ കൂടെ നടക്കും. People, they used to ride bike here. From here to Burma. Yeah. They used to carry a lot of stuff, kind of like rations. ഒരു വലിയ മരം അവിടെ കുന്നിൻ മുകളിൽ സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവില്ല. ആ മരം ഒരുപാട് സവിശേഷതകളുള്ള മരമാണ്. അതിന് ഒരുപാട് കഥകളുണ്ട്. ആ കഥയൊക്കെ ഞാൻ പിന്നാലെ പറയാം. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് 0 പോയിന്റ് എന്നറിയപ്പെടുന്ന രാജ്യ അതിർത്തിയിലാണ്. അവിടെ ചില സൈൻ ബോർഡുകളും തകർന്നു വീഴാറായ ഒരു ട്രേഡ് സെൻറ്റർ ബിൽഡിങ്ങും മാത്രമേ ഉള്ളൂ. മ്യാൻമറിലേക്ക് നടന്നു പോകാനാവുന്ന ഒരു ചെറിയ നടവഴി മാത്രം കാണാൻ സാധിക്കും. അത് ശരിക്കും ഒറ്റപ്പെട്ട ആൾക്കാരൊന്നും അധികം എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്.
ഈ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ ഈ ഗ്രാമത്തെ മുഴുവൻ നോക്കിക്കാണാനാവുന്ന വിധത്തിൽ ഒരു വ്യൂ പോയിന്റും അവിടെ പിന്നെ ഒരു വാച്ച് ടവറും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ ലോങ്വ ഗ്രാമത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടന്നു വന്ന റോഡും രാജാവിൻ്റെ വീട്, പള്ളി, സ്കൂള്, ഇതൊക്കെ വീടുകൾ, കൊണിയാക്കിൻ്റെ വീടുകൾ, ഇതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ അതിർത്തി കാണിക്കുന്ന ഒരു അതിർത്തി കല്ല് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ഇന്ത്യ എന്നും ഒരു വശത്ത് ബർമ്മ എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാത് ഭാഷയിൽ തന്നെയാണ്. പിന്നെ അതിന് ചുറ്റും കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് ചില ഇരിപ്പിടങ്ങളുമുണ്ട്. അതാണ് ഇത്. പിന്നെ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയാലും നമുക്ക് നിറയെ ചുറ്റും 360 ഡിഗ്രി കാഴ്ച കാണാൻ പറ്റുന്ന ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന പോയിന്റാണ് അത്. അവിടെ നിന്നാൽ അങ്ങ് ദൂരെ മ്യാൻമർ പ്രദേശത്ത് കൊണിയാക്കിൻ്റെ കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ലോങ്വ നിവാസികളുടെ കൃഷിയിടങ്ങൾ ഏറിയ പങ്കും ഈ മ്യാൻമർ പ്രദേശത്താണ്. അപ്പോൾ ഈ കൃഷിയിടത്തിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ വീടുകളൊക്കെ എന്ന് പറയുന്നത് കൃഷിയിടത്തെ കാവൽപ്പുരകളാണ്. അതായത് അവിടെ അവിടെയായിട്ട് കാണുന്ന പുല്ലുമേഞ്ഞ വീടുകളൊക്കെ കൃഷിയിടത്തെ കാവൽപ്പുരകളാണ്. വിളവെടുപ്പ് അടുക്കാറാവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഗ്രാമവാസികൾ അവിടെ പോയി താമസിക്കുകയും അതുപോലെ കൃഷിക്ക് വേണ്ട പണിയായുധങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പുരകൾ. അതായത് ഓരോ കൃഷിയിടത്തിലും ഓരോ പുരകൾ. വനം വെട്ടിത്തെളിച്ചിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്ന പ്രദേശം. പുൽമേട് പോലെ തോന്നുമെങ്കിലും അത് കൃഷിയിടമാണ്. ഇനി ബാക്കിയുള്ള വനവും അവർ ക്രമേണ വെട്ടിത്തെളിച്ചിട്ട് കൃഷി ചെയ്യും. എനിക്ക് ഈ മ്യാൻമർ പ്രദേശത്തെ കൃഷിയിടത്തേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കൃഷിയിടം കാണുകയും വേണം. അപ്പോൾ ഞാൻ നൊക്കാവോയോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം നൊക്കാവോ അവരുടെ ഹോം സ്റ്റേക്ക് തൊട്ടടുത്ത് ഒരു ചെറിയ കൃഷി പ്രദേശം ഉണ്ടായിരുന്നു. അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടം എന്ന് പറയാൻ പറ്റുന്ന പോലെ ഒരു ചെറിയ ഏരിയ. പക്ഷെ അവിടെ ഒരു കാവൽപ്പുരയുണ്ട്. പുല്ലും മുളയൊക്കെ വെച്ചിട്ട് മേഞ്ഞ മനോഹരമായൊരു കൊച്ചു വീട്. എന്നിട്ട് നമ്മൾ കൃഷിയിടമൊക്കെ ഇറങ്ങി കണ്ടു. തേയില, പീച്ച്, ഇഞ്ചി, ഉള്ളി, കപ്പ, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ തുടങ്ങിയ ചോളം, അങ്ങനെ കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. To go like big farm. Yeah. This all we are seeing the hut is all Longwa farm. Okay, all are farm huts. Yeah, farm huts. All this. Okay. You can come and see here. Okay. This. Okay. We are bordering with Arunachal Pradesh also. Arunachal Pradesh. The last part is Arunachal Pradesh. This is last part. So last part. Below here, all this is farm. This small hut is like. All belongs to the Longwa village. Yeah, all belongs to Longwa. Longwa King. Yeah, Longwa. Under the Longwa King. Yeah, under Longwa King. Even this village, Pumching. Pumching, that Yeah, lot of Pumching. buildings. Yeah, Okay. it's under our like king. Okay. ഈ കൃഷിയിടത്തിനൊന്നും പട്ടയമോ പ്രമാണമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. രാജാവിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് അങ്ങോട്ട് വളച്ചിട്ട് കൃഷി ചെയ്യുക. ഒരു പുതിയ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ പെർമിഷൻ വേണം. നഗ മീൻസ് നാഗാലാൻഡ് മീൻസ് Nagaland, yeah. പിന്നെ അവിടുന്ന് കിട്ടിയ ഒരു വൺ എക്സ്പീരിയൻസ് എന്തായിരുന്നു ചോദിച്ചാൽ, മുളം കുറ്റിയിൽ നല്ല ബർമീസ് കോഫി ടേസ്റ്റ്. ജീവിതത്തിൽ അങ്ങനെ ഒരു കോഫി കുടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത്ര ടേസ്റ്റ് ആയിരുന്നു. ബർമീസ് കോഫി, ginger and bamboo glass, locally made just now. अच्छा, नहीं तो तुझे फॉलो वो कर सकती है। तेरा खाना। I'm having like this. Wow, tasty.
Very nice. My first experience with this bamboo glass, you know. This from Nagaland. അതായത് വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ചീഫ് അങ്ക് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ രാജാവിൻ്റെ വീട് കണ്ടു. ആ വീട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇന്ത്യ ബർമ്മ അതിർത്തിയിൽ ഗ്രാമത്തിലെ ഉയർന്ന ഒരു കുന്നിൻ മുകളിലാണ് ഈ രാജാവിൻ്റെ വീട് അഥവാ ചീഫ് അങ്കിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണോ ലോങ്വാ ഗ്രാമം അങ്ങനെ തന്നെ പകുതി ബർമ്മയിലും പകുതി ഇന്ത്യയിലുമായാണ് ഈ രാജാവിൻ്റെ വീടും സ്ഥിതി ചെയ്യുന്നത്. അതാണ് രസം. ഈ വീട് മുന്നേ തന്നെ രാജാവിൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് 2016 പുതിയ വീട് നിർമ്മിക്കുകയും അന്നത്തെ ഗവർണർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഒരു നിർമ്മിതിയാണ് ഈ വീട്. വീടൊരു സാധാരണ കൊണിയാക് ഭവനം പോലെ ഉള്ള അലങ്കാരങ്ങളൊക്കെ വീടിൻ്റെ മുന്നിൽ ഉണ്ട്. അതുപോലെ തന്നെ 2 അതിർത്തി മാർക്ക് ചെയ്തിട്ടുമുണ്ട് ഇവരുടെ വരാന്തയിൽ. ഇവിടുത്തെ രാജാവ് ഈ തന്ത്രപ്രധാനമായ ഒരു ലൊക്കേഷൻ, അതായത് കുന്നിൻ മുകളിൽ നിന്ന് ഏറ്റവും അധികം വ്യൂ കിട്ടുന്ന സ്ഥലത്തുള്ള ഈ ലൊക്കേഷൻ കൊണ്ട് തന്നെ ഇവരുടെ പോരാട്ട വീര്യം മാത്രമല്ല ഈ ഒരു ലോങ്വാ വില്ലേജിൻ്റെ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ വില്ലേജിൽ ആരംഭിച്ച രാജവംശമാണ് 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും 35 വില്ലേജുകൾ സ്വന്തമായുള്ളൊരു പ്രൗഢിയിലേക്ക് ഒരു വളരുകയുണ്ടായി. തൊട്ടടുത്ത വില്ലേജുകളെ ആക്രമിച്ച് കീഴടക്കുകയും മറ്റുള്ളവരുടെ ആക്രമണങ്ങളെ മുന്നേ കൂട്ടി അറിയാനും ഒക്കെ ഇവരുടെ ഈ കുന്നിൻ മുകളിലുള്ള ലൊക്കേഷൻ ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് മോൻ ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജാണ് ലോങ്വാ. അതുപോലെ തന്നെ 7 ചീഫ് അങ്കുകളിൽ ഒന്നുമാണ് ലോങ്വാ. ഈ 35 വില്ലേജിൽ 30ഉം ഇന്ന് മ്യാൻമറിലാണ്. അവിടെ നിന്ന് ഇന്നും രാജാവിന് കപ്പം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ചെറിയ 30 വില്ലേജുകളിൽ നിന്നും വീടിനുള്ളിൽ സാധാരണ കൊണ്യാക്ക് ഭവനം പോലെ തന്നെയുള്ള എല്ലാ അലങ്കാരങ്ങളും ഇവിടെയുണ്ട്. ധാരാളം ഗോങ്ങുകൾ റൂമിലുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ തലയോട്ടികൾ, കൊമ്പുകൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അടുപ്പുണ്ട്. കടുവയുടെ തലയുള്ള കിടക്കയുണ്ട്. അതിന് ഒരു കാരണമുണ്ട്, അത് പറയാം. പിന്നെ അതിഥികളെ സ്വീകരിക്കാനുള്ള നിരവധി ഫർണിച്ചറുകളുണ്ട്. ധാരാളം മുറികളുണ്ട് ഈ വീടിന്. നമ്മൾ ഈ നടന്നു പോകുന്ന ഇടവഴിക്ക് അപ്പുറവും ഇപ്പുറവും ധാരാളം മുറികളുണ്ട്. വിശാലമായൊരു അടുക്കളയുണ്ട്. ഈ അടുക്കളയിൽ ഗ്യാസ് വേറെ എവിടെയും ഒരു വീട്ടിൽ ഞാൻ കണ്ടില്ല. ഇവിടെ മാത്രമാണ്, രാജാവിൻ്റെ വീട്ടിൽ മാത്രമാണ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു ആർഭാടം കണ്ടത്. രാജാവെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള രാജരൂപവും പെരുമാറ്റവും ഒക്കെ അങ്ങോട്ട് മാറ്റിവെക്കേണ്ടി വരും. ഇദ്ദേഹം അങ്ങനെ ഒരാളേ അല്ല. ഏതൊരു കോണ്യാക്കിനെ പോലെ കഠിനാധ്വാനിയും സ്നേഹവും സന്തോഷവും ഒക്കെയുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. ഏവരെയും എപ്പോഴും സ്വാഗതം ചെയ്യുന്ന വീടും വീട്ടുകാരുമൊക്കെ. എത്രയോ ഭൂമിയും അധികാരവും ബന്ധങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ്. പക്ഷേ പെരുമാറ്റത്തിലാണെങ്കിൽ അതൊന്നും അദ്ദേഹം കാണിക്കുന്നേയില്ല. ലോങ്വയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ അദ്ദേഹം എന്നോടും കൂടി പങ്കുവച്ചു. കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ, അതായത് പെൺകുട്ടിയെ മോൻ ടൗണിൽ താമസിപ്പിച്ച് ഡിഗ്രിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയും എല്ലാ രീതിയിലും ലോങ്വേക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അവരുടെ രാജാവ്. ഇവിടുത്തെ രാജാവിന് 2 ഭാര്യമാരാണ്. 2 ഭാര്യമാരിലായിട്ട് 9 മക്കളാണുള്ളത്. രാജാവിൻ്റെ പേര് തോന്യ ഫവാങ് എന്നാണ്. അദ്ദേഹത്തെ നമുക്ക് സംബോധന ചെയ്യണമെങ്കിൽ സാന്യു എന്നിട്ടാണ് സംബോധന ചെയ്യുന്നത്. സാന്യു എന്ന വാക്കിൻ്റെ അർത്ഥം കടുവ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ കടുവയുടെ പല്ലുകളാണുള്ളത്. അതുപോലെ തന്നെ തലയോട്ടി ആണ് ലോക്കറ്റായിട്ട് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് കടുവ തല
ഉണ്ട്. അതായത് ഇദ്ദേഹം കടുവയാണ് എന്ന സങ്കല്പമാണ് ഇവർക്ക് ഉള്ളത്. അടുത്ത രാജ്യാവകാശിക്ക് 5 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഈ കുട്ടി വിവാഹം കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അടുത്ത രാജാവായിട്ട് മാറും. അല്ലാതെ അധികാര കൈമാറ്റം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ചടങ്ങുകളൊന്നും ഇവർക്ക് ഇല്ല. അത് പറഞ്ഞതുപോലെ ഇദ്ദേഹം 10ാം തലമുറയിൽപ്പെട്ട രാജാവാണ്. 35 വില്ലേജുകളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. മ്യാൻമർ പ്രദേശത്തേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ അവസാന വില്ലേജിലേക്ക് 2 ദിവസം തുടർച്ചയായി നടന്നാൽ മാത്രമേ എത്തിച്ചേരുള്ളൂ. അത്രയും സ്ഥലം ഇപ്പോഴും ഈ രാജാവിൻ്റെ കയ്യിലാണുള്ളത്. രാജാവും കൃഷിയൊക്കെ ചെയ്യാൻ പോകും. രാജാവിൻ്റെ ഭാര്യമാരും കൃഷിക്കും മറ്റു ജോലികളൊക്കെ ചെയ്യും. അതുപോലെ ഈ മാല, അതുപോലെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത് വിൽക്കാൻ വേണ്ടിയാണ്. സഞ്ചാരികൾക്ക് വിറ്റിട്ട് അതും പൈസ വാങ്ങാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തോക്കുമായി കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്ന നിരവധി കോണ്യാക്കുകളെ നമ്മൾ കണ്ടിരുന്നല്ലോ, റോഡിലും മറ്റും. ഹണ്ടിങ് കുലത്തൊഴിലായിട്ടുള്ള ഒരു വിഭാഗത്തിന് തോക്കുണ്ടാക്കുന്ന വിദ്യ വളരെ മുന്നേ തന്നെ വശമുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രാമത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വൻചന്ദ് എന്ന അദ്ദേഹത്തിൻ്റെ തോക്ക് നിർമ്മാണശാലയിലേക്കാണ്. തോക്കിൻ്റെ ബാരലിൽ മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ തോക്ക് മാത്രമല്ല, പല വിധത്തിലുള്ള വെട്ടുകത്തികൾ, ആയുധങ്ങൾ, ബർമ വാൾ എന്നിവയൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കരടിത്തോല് കൊണ്ടുള്ള തൊപ്പി, അതുപോലെ പന്നിയുടെ തേറ്റ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. സാധാരണ കൊന്യാക്ക് വീടുകളിലുള്ളതുപോലെയുള്ള എല്ലാ അലങ്കാരങ്ങളും. 20,000 രൂപ വരെ വിലയുള്ള തോക്കുകളാണ് നമ്മുടെ കാണിച്ചു തന്നത്. നോക്കാവും. ഇദ്ദേഹം മാത്രമല്ല, വേറെയുമുണ്ട് ഇവിടുത്തെ തോക്ക് നിർമ്മാണ ആലകളും മറ്റും. രാജാവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ തോക്ക് നിർമ്മാണശാലയിൽ നിന്നുമൊക്കെ നമ്മൾ കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ ഗ്രാമത്തിലെ പള്ളി കാണാം. ഗ്രാമത്തിലെല്ലാവരും ക്രിസ്ത്യാനികളാണ്. പ്രത്യേകിച്ചും നാഗാലാൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഈ ക്രിസ്ത്യാനിറ്റി ഇവിടേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ കൊണ്യാക്കുകളെ ക്രിസ്ത്യാനികളാകാൻ പ്രേരിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ഹെഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു ആചാരം നിർത്താൻ വേണ്ടിയാണ്. അത് ബ്രിട്ടീഷുകാർക്ക് ഭീഷണിയാകും എന്നുള്ള ഭയത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് അത് നിർത്താനായിട്ടല്ലേ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ 1960 കാലത്തോടുകൂടി ഹെഡ് ഹണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ആചാരം പൂർണ്ണമായി നിന്നുപോവുകയും ഈ പള്ളിയിൽ നിന്നുള്ള അച്ഛൻ്റെ നിർദ്ദേശത്തിലൊക്കെ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്ന തലയോടുകളൊക്കെ സംസ്കരിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് വീണ്ടെടുക്കാനും ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെ കൊണ്യാക്കുകൾ ആലോചിക്കുന്നുണ്ട്. പല ഗ്രാമത്തിലും അത് തുടങ്ങിയിട്ടുമുണ്ട്. ബ്രിട്ടീഷുകാർ ഇതേ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവിടേക്ക് ഒപ്പിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും യുവാക്കളെ അലസന്മാരാക്കി മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇന്നും മ്യാൻമാർ കാടുകളിൽ ഈ ഒപ്പിയം കൃഷി ചെയ്യുകയും അത് ഇവിടുത്തെ യുവാക്കൾ ഉപയോഗിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെരുമഴയിൽ കയറി നിൽക്കാൻ ഇവിടെ ഏറ്റവും രസമുള്ള ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതിതാണ്. ഇതിൻ്റെ പേരാണ് മൊറാങ്. മൊറാങ് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കൊണ്യാക്കുകൾ തങ്ങളുടെ മുതുമുത്തശ്ശന്മാർ വഴി നേടിയിട്ടുള്ള അറിവുകൾ പുതുതലമുറയിലേക്ക്, അതായത് പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്ക് കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പഠന കേന്ദ്രങ്ങളാണ് ഈ മൊറാങ്. അവിടേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾക്ക് വീടിനുള്ളിൽ തന്നെയാണ് ഇത്തരം അറിവ് കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത്. അതായത് ഹണ്ടിങ്,
ഫിഷിങ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ സംസ്കരിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിവുകളൊക്കെ കൈമാറാൻ ഈ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പം ഞാനൊരു പെരുമഴയിൽ ഈ ബിൽഡിങ്ങിൽ പെട്ടു. അതിൻ്റെ വരാന്തയിൽ ഒരു നെടുനീളത്തിലുള്ളൊരു ലോക്ക് ഡ്രം ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് തകർന്നിട്ട് ആണ് കിടക്കുന്നത്. ഇത് ആദ്യകാലത്ത് കൊണ്യാക്കുകൾ അവരുടെ പഴയ തലമുറ ഉപയോഗിച്ചിരുന്നത് ക്രിസ്ത്യാനിറ്റി വന്നതോടുകൂടി പള്ളിക്കാർ ഏറ്റെടുക്കുകയും അവരത് തുടർന്ന് നടത്തുകയും പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നതോടുകൂടി ഈ മൊറാങ്ങുകളുടെ പ്രവർത്തനം നിലച്ചു പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്നാൽ അതും ഒരു ചെറിയ കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ അവിടെ നിന്നാൽ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ കാഴ്ച മനോഹരമായിട്ട് കിട്ടുമായിരുന്നു. അതൊരു മനോഹര അനുഭവം തന്നെയായിരുന്നു മൊറാങ്ങിലെ കുറച്ചു നേരം. Foreheads. yang ni yang dem什么嘎王这方面，从我往学了进了不过山边，俺别个呢是不来的，我们这那见一辈，我爸陪过人啊，嘎不我们为这做了见了，我们蒙天错不没想，我蒙天没错不没想。 പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന രാജ്യ അതിർത്തിയിൽ കഥ പറയുന്ന 2 വൻ മരങ്ങൾക്ക് ചുവട്ടിലൂടെ നമുക്കിങ്ങനെ താഴേക്കിറങ്ങിയാൽ മാന്യത്തിൻ്റെ വീട്ടിലേക്ക് എത്താം. 86 വയസ്സുള്ള മാന്യമാണ് ഇന്ന് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും അധികം തലവെട്ടിയ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഹെഡ് ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തെ കാണാം, അദ്ദേഹത്തിൻ്റെ വീട് കാണാം. ഈ മരങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, മരങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയാനുള്ളത്, ഇതൊക്കെയും പറയാം. 4 തലകളാണ് ഇദ്ദേഹം യുദ്ധത്തിൽ നേടിയിട്ടുള്ളത്. 30ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് യുദ്ധത്തിന് പോകുന്നത്. 4 യുദ്ധത്തിന് പോയി. ഓരോ യുദ്ധത്തിലും ഓരോ തലയാണ് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ ഹെഡ് ഹണ്ടേഴ്സിൻ്റെ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശരിക്കും ഇവിടുത്തെ രാജാവ് ഇത്ര പ്രൗഢിയോടുകൂടി 35 വില്ലേജുകളുടെ അധിപനായിട്ട് ഇരിക്കുന്നത് എന്നതാണ് വസ്തുത. ഒരു ഹെഡ് ഹണ്ടറിനെ തിരിച്ചറിയാൻ അവരുടെ കഴുത്തിലുള്ള മാല ഒരടയാളമാണ്. എത്ര തല കൊയ്തിട്ടുണ്ടോ അത്രയും ഹെഡാണ് അവരുടെ ലോക്കറ്റിലുണ്ടാവുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് പച്ച കുത്തിയിട്ടുണ്ടാവും. കൊണിയാക്കുകൾ അവരുടെ ശരീരത്തിലെമ്പാടും ഓരോ സ്ഥലത്തും, സ്ത്രീകളാണെങ്കിൽ മുട്ടിൽ, ഷോൾഡറിൽ ഒക്കെ പച്ച കുത്തുന്നവരാണ്. ഓരോ സ്ഥലത്തും പച്ച കുത്തുന്ന ശീലമുണ്ട്. പക്ഷേ മുഖത്ത് പച്ച കുത്തിയവർ ഉറപ്പായിട്ടും ഹെഡ് ഹണ്ടേഴ്സാണ്. അവർ ഇവിടുത്തെ ധീര പരിവേഷമുള്ള പോരാളികൾ എന്നുള്ളതാണ് പറയുന്നത്. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, അതല്ലെങ്കിൽ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല ഇവർ തല കൊണ്ടുവരുന്നത്. ഇവർ മനുഷ്യൻ്റെ തല എന്ന് പറയുന്നത് അവൻ്റെ സകല ഐശ്വര്യത്തിൻ്റെയും സകല കഴിവിൻ്റെയും ഇരിപ്പിടമായിട്ട് ഇവർ കരുതിയിരുന്നു. അപ്പോൾ ഒരു തല കൊയ്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ സകല കഴിവും അവർക്ക് കിട്ടും എന്നൊരു വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തല കൊണ്ടുവരിക, ഒരാളെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ അയാളുടെ തല മുറിച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിന് മറ്റു വില്ലേജേഴ്സ് ഒന്നും സമ്മതിക്കില്ല. പിന്നെ യുദ്ധത്തിൽ ചെല്ലുന്ന സമയത്ത് ആക്രമിച്ച് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ഗ്രാമങ്ങളൊക്കെ അങ്ങ് സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ പിന്നീട് യുദ്ധം തുടരാനോ ആൾക്കാരെ കൊല്ലാനോ ഇവർ നിൽക്കില്ല. അത്രയും സത്യസന്ധരാണ് കൊണിയാക്കുകൾ. ഒരു ധർമ്മയുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു അവരുടെ യുദ്ധങ്ങൾ. അപ്പോൾ കുന്തം കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുകയും കൊന്ന് കഴിഞ്ഞിട്ട് തല മുറിച്ചെടുത്ത് ഗ്രാമത്തിലേക്ക് വരികയുമാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു തല കൊണ്ട് വരുന്നവന് ലോക്ക് ഡ്രമ്മിൽ ഈ തല കെട്ടിയിട്ടിട്ട് രാത്രി മുഴുവൻ ആട്ടവും പാട്ടവും ഒക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. പിന്നെ ഈ വൻ മരങ്ങളുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഈ തല പിന്നീട് ഈ മരത്തിൽ കെട്ടി തൂക്കിയിടുന്ന ഒരു പതിവുണ്ടായിരുന്നു അത്ര. അങ്ങനെ ആ തല രക്തമൊക്കെ വാർന്ന് ഉണങ്ങിയതിന് ശേഷം എടുത്ത് രാജാവിൻ്റെ മുന്നിൽ കാഴ്ചവെക്കുമായിരുന്നു. അപ്പം രാജാവ് ഇവർക്ക് മാസം തോറും ജീവിക്കാനുള്ള ഒരു വകയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു 10-30ഓളം ഹെഡ് ഹണ്ടേഴ്സ് ഇപ്പോഴും ഗ്രാമത്തിൽ ജീവിച്ചു വരുന്നുണ്ട്. നമ്മൾ ഒരാളുടെ വീട്ടിലേ പോകാൻ പറ്റുള്ളൂ. പിന്നീട് ഈ തലയൊക്കെ കെട്ടിയിട്ട ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് പിന്നീട് ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ ഈ തലയോടുകളൊക്കെ സംസ്കരിച്ചിട്ടുള്ളത്. അന്ന് 1960 കാലത്ത് അതിനു മുന്നേ തന്നെ യുദ്ധത്തിൽ തോൽക്കുകയും രാജാവിന് കീഴ്പ്പെടുകയും ചെയ്ത ഗ്രാമവാസികളൊക്കെ ഇപ്പോഴും ഇവിടുത്തെ രാജാവിന് കപ്പം നൽകുകയും കാഴ്ചവെക്കുകയും ഇവിടുത്തെ രാജാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു.
അതായത് കോണ്യാക്കുകളുടെ സത്യസന്ധത തെളിയിക്കാൻ വേറൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതാണ് ലോങ്വ, ഇതാണ് കോണ്യാക്സ്. വേറൊരു ലോകത്ത് വേറൊരു യുഗത്തിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ. ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണ്, എന്നാൽ ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലല്ല. നാട്ടുരാജ്യം, അതുപോലെ 2 രാജ്യത്തെ പൗരത്വം, 2 രാജ്യത്തെ വോട്ടവകാശം, അങ്ങനെ നിരവധി പ്രത്യേകതകളുമായി ജീവിച്ചു പോകുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ. 3 ദിവസത്തെ താമസത്തിന് ശേഷം ഒരുപാട് ഓർമ്മകളും മനസ്സിൽ നിന്നും മായാത്ത അനുഭവങ്ങളുമായിട്ട് ഞാൻ ലോങ്വേയുടെ വിട പറയാണ്. എൻ്റെ യാത്ര തുടരുകയാണ്. എൻ്റെ യാത്ര തുടർന്ന് മണിപ്പൂരിലേക്കും ത്രിപുരയിലേക്കുമൊക്കെ നീളുകയാണ്. നോർത്ത് ഈസ്റ്റ് യാത്ര തീരുന്നേയില്ല. ലോങ്വേയിലേക്ക് ഞാൻ വീണ്ടും വരും. ഒരു ഉത്സവകാലത്ത്, ഒരു ഏപ്രിലോ ഒരു ഡിസംബറിലോ വീണ്ടും മടങ്ങി വരാം എന്നുള്ള പ്രതീക്ഷയോടെ, ഉറപ്പോടെ ഞാൻ ലോങ്വേയുടെ വിട പറയുന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മണിപ്പൂർ കാഴ്ചകളാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. നമസ്കാരം.